ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടന്റ് കിങ്സിനെക്കാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും മുട്ട് സമയം കളയാൻ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കിടക്കാം. ഫസ്റ്റ് ഡേ ബിഫോർ ഗോയിങ് ടു ജിം. ഗൈസ്, ഇതൊക്കെ റിയൽ അല്ലേ? അതെ, ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ജിമ്മിൽ പോയി. ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ ഇങ്ങനെ പട്ടിഷോ കാണിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബ്രാസാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. ഇവിടെ നല്ല കിടിലം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. സുനീന, എന്താ ഇവിടെ? ചേട്ടൻ ഇവിടെ പണിയെന്ന് ആര് പറഞ്ഞു? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ മോളെ, പറ. ഇപ്പൊ ഈ പണി കഴിയും. പണി കഴിഞ്ഞിട്ട് നമുക്കില്ല മാംചോട്ടിൽ പോയിരുന്ന് പറഞ്ഞാല് അത് മതിയോ? ഇല്ല, എനിക്കിപ്പോ പറഞ്ഞിട്ട് പോവാനുള്ളതാ. മോള് പറഞ്ഞു മോളെ. പിന്നെ ഇക്കായിക്ക് അറിയാലോ, നമ്മുടെ കഴിഞ്ഞ നീണ്ട 5 വർഷത്തെ പ്രണയം എന്ത് സുന്ദരമായിരുന്നു അല്ലേ ഇക്ക? നമ്മൾ ആ 5 വർഷത്തിൽ എന്തോരം സ്വപ്നം കണ്ടുവെച്ച ആ സ്വപ്നങ്ങളൊന്നും ഇനി നടക്കത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എന്റെ വീട്ടിൽ വേറെ കല്യാണാലോചനയൊക്കെ വന്നു തുടങ്ങി. ഇക്കായ മറക്കണമെന്ന് അവര് പറയുന്നത്. എനിക്കാണെങ്കിൽ എന്റെ വാപ്പായമ്മയെ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ മറക്കണം. 5 വർഷം പ്രേമിച്ച് നടന്നപ്പോ നീ ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞത്. ഇക്ക ഉയരെന്നല്ലേ? അത് പിന്നെ ഇക്ക എന്തോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. ഇക്ക ഇങ്ങനെ കളിച്ചടന്നാ ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? പ്രാക്ടിക്കലാ ഇക്ക. ഈ 5 വർഷം ഞാൻ കളിച്ചിട്ടല്ലേ നിനക്ക് ബർഗറും കൂട്ടക്സ് ഒക്കെ മേടിച്ചു തന്നത്? അത് നീ മറന്നാ? അത് പിന്നെ എന്നും ബർഗറും ക്യൂട്ടക്സ് ഒക്കെ എങ്ങനെയൊക്കെ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വേണ്ടേ? എനിക്കിപ്പോ പിസി. അപ്പൊ ഓക്കെ ഇക്ക, പോട്ടെ, എന്നെ മറന്നേരെ. ചേട്ടനും ഇക്കും എല്ലാവർക്കും നല്ലതേ വരുത്തോളൂ. എനിക്ക് എജാതി ക്രിയേറ്റിവിറ്റി ഗൈസ്. ഈ ബ്രോൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ. നല്ല കിടിലം വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വീഡിയോ ഒക്കെ. ഒരു വേറെ ലെവൽ ക്രിയേറ്റിവിറ്റിയാണ് ഫുള്ള്. നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് ആരാന്ന് നമുക്ക് നോക്കാം. വിദേശ രാജ്യത്ത് മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ആൻഡ്രൂസ് മൈ സൺ പ്ലീസ് കം. യെസ് ഡാഡി. ആൻഡ്രൂസ് മൈ ഡിയർ സൺ. ഇതിന്റെ ടൈറ്റിൽ ഞാൻ വായിച്ചുതരാം. നാടൻ തന്ത വേഴ്സസ് ഫോറിൻ തന്ത. കൊള്ളാം. അഖിൽ NRD നിങ്ങൾക്കറിയാം. യൂട്യൂബിലുള്ള പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കണ്ടുനോക്കാം. 21 വയസ്സായിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായിട്ടുണ്ട്. സോ 5 രാജ്യങ്ങളിൽ പറന്നു നടക്കുന്നതിന്റെ 200 കോടിയുടെ ബിസിനസ് സാമ്രാജ്യം ഇനി മുതൽ നീ നോക്കണം. യെസ് ഡാഡി. അതുകൊണ്ട് ഞാൻ നിന്നെ നമ്മുടെ കമ്പനിയുടെ MD ആയി നിയമിച്ചിരിക്കുന്നു. ഇതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? താങ്ക് യു സോ മച്ച് ഡാഡി. ഐ ആം എക്സൈറ്റഡ്. ഡാഡി ലോകമൊക്കെ ചുറ്റി എക്സ്പ്ലോർ ചെയ്യും. ഇത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങ് കേരളത്തിലെ അച്ഛനമ്മമാർ. എടാ സുമേഷേടാ, നാപ്പാടാ ഈ ചെറുക്കൻ എവിടെ പോയിക്കോടാ? ഇവര് വാടാന്ന്. സുമേഷേ നാപ്പാ എന്ത് വാച്ചാ പുല്ല് വരുവാ. എടാ മോനെ, നിനക്കിപ്പോ 10-21 വയസ്സായി. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി. അതുകൊണ്ട് ഇതൊക്കെ ഇനി മോൻ നോക്കണം. ഇതെന്തുവാ ഇത്? പറയാം. ഇത് സഹകരണ ബാങ്കിൽ നിന്ന് നിന്റെ ചേച്ചിയെ കെട്ടിക്കാൻ വേണ്ടി എടുത്ത 10 ലക്ഷം രൂപയുടെ ലോണ്. എൻ്റെ മോനെ, ഒന്നും പറയാനില്ല ഗൈസ്. വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രിയേറ്റിവിറ്റി. നമുക്കെന്താ ബാക്കി കാണാം. അടച്ചിട്ടുള്ളൂ, ബാക്കി മൊത്തം മോൻ അടക്കണം. ഇത് വീട് വെക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ ജില്ലാ ബാങ്കിന് എടുത്ത ലോൺ. മോൻ പേടിക്കേണ്ട, ഒരടവ് പോലും അടച്ചിട്ടില്ല. ബാക്കി മൊത്തം മോൻ അടക്കണം. പിന്നെ ഇത് കാറ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണാച്ചിയുടെ 5 ലക്ഷം രൂപ എടുത്തതിന്റെ പേപ്പർ. മോൻ പേടിക്കേണ്ട, അണ്ണാച്ചി കൊങ്ങയ്ക്ക് പിടിച്ചോണ്ട് അച്ഛൻ 3 അടവ് അടച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. മോൻ പേടിക്കണ്ട. ഒരു അനീതിയില് വളർന്നു വരുന്നേ, അവളെ മോൻ തന്നെ കെട്ടിക്കണം. പിന്നെ 100 പവനി കുറയാൻ പാടില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ വേണം. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം മറക്കരുത്. അച്ഛൻ ഈ കടം മാത്രമേ ഉള്ളൂ എനിക്ക്. മോനെ പേടിക്കണ്ട, പാരമ്പര്യ സ്വത്തുണ്ട്. അച്ഛൻ തരാം, നീ വിഷമിക്കണ്ട, അച്ഛൻ്റെ ഉണ്ട്. രക്ഷപ്പെട്ട് ഇങ്ങ എടുക്കച്ചാ. അതിനെന്താ മോനെ, ഇന്ന പിടിച്ചു. രണ്ട് മോനെ, നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, കഷണ്ടി, ഇനി ഇതൊക്കെ മോന് തന്നെ. ഓ മാൻ ഗൈസ്, അഖിൽ NRD ഒരു രക്ഷയില്ലാത്ത വീഡിയോസുകളാണ് ചെയ്യുന്നത്. ഒരുപാട് ഷോർട്സുകളാണ് ചെയ്യുന്നത്. എന്തായാലും 2 ആൾ കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇന്ന് ഫുള്ള് കണ്ടന്റ് കിങ്സിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കണ്ടന്റ് കിങ്സിനാണ് നോക്കുന്നത്. അപ്പോൾ 2 പേര് കഴിഞ്ഞു. നമുക്ക് അടുത്ത ആളാരാ നോക്കാം. ഹലോ, പഠിപ്പിച്ചു മനുവല്ലേ? ഞാനാ ഫാത്തിമ. ഏത് ഫാത്തിമ? ആ ടീച്ചർ ഇടക്കിടക്ക് വഴക്ക് പറയുമ്പോൾ അരമണിക്കൂറിൽ എക്സിറ്റ് ആയി പോകുന്നൊരു പെണ്ണില്ല എല്ലാ ദിവസവും? അത് ഞാനാ. പറ ഫാത്തിമ,
എടാ സ്കൂള് തുറക്കലായെന്ന് കേട്ടത് സത്യം തന്നെയാ? ആ ഉറപ്പായിട്ടും തുറക്കൂ. നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിൽ കുഷ്യൻ ഇട്ട് തരുവാടാ. എടാ 6 മണിക്കൂർ പലകേന്റെ വെറും ബെഞ്ചിൽ ആർക്കെങ്കിലും ഇരിക്കാൻ കഴിയോ? അങ്ങനെ ഇരുന്ന മൂലക്കുരു വരുമെന്ന് എല്ലാരും പറയുന്നുണ്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പില്. എടാ അത് നല്ല കട്ടിയുള്ള 2 ഷണ്ടി ഇട്ട് വന്നാ മതി. എടാ നീ ഒന്നും വിചാരിക്കരുത്, ഞാനൊരു യൂട്യൂബറാടെ ഇപ്പൊ. ഞാനിനി ഒരിക്കലും സ്കൂള് തുറക്കൂല വരച്ച് 2 ബാഗും ബുക്കെല്ലാം ആരും കാണാട്ടോ. അണ്ണാച്ചിക്ക് ബിറ്റ് 5 ഉറുപ്പ്യക്ക്. എനിക്കിപ്പം 10 സബ്സ്ക്രൈബർ ഉണ്ട്. അവരോട് എന്നാടാ ഞാൻ പറയാ. 10 സബ്സ്ക്രൈബർ ഉണ്ട്, അവരോട് എന്താ പറയാന്ന്. ഞാൻ കണ്ടിനി ഷണ്ടി തിരുമുന്ന വീഡിയോ അല്ലേ നീ ലാസ്റ്റ് ഇട്ടത്? അനക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എന്നാ ഇനി ചെയ്യണ്ടേ? യൂട്യൂബറായ നമ്മളെപ്പോലത്തെ ആൾക്കാരെ പറ്റിയിട്ടൊന്നും ഒരു ബോധവും ഇല്ലടാ ഇവിടുത്തെ സർക്കാരിനൊന്നും. നമ്മളല്ലേ ഇനി എന്നാടാ ചെയ്യേണ്ടത്? ഇയാള് ഇതേപോലുള്ള വീഡിയോസ് ചെയ്യുക. ഈ ഒരു ഫേസ് ഇങ്ങനെ ആക്കിയിട്ടുള്ള എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് മല്ലു ഡോണിനെ നിങ്ങൾ അറിയാൻ ചാൻസ് ഇൻസ്റ്റഗ്രാമിലുണ്ട്, യൂട്യൂബിലെ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഞാൻ ആദ്യം മുതൽ ഞാൻ ആ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആണ് ഇയാളെ കണ്ടും ഇയാളുടെ വീഡിയോ ഫസ്റ്റ് കാണാൻ തുടങ്ങി കേട്ടോ. അന്ന് എന്തോ ഒരു ലോക്ക്ഡൗൺ അപാരത എന്ന് പറഞ്ഞിട്ട് ലോക്ക്ഡൗൺ വീട്ടിൽ ചെയ്യുന്നത് മറ്റേ അരിമണികൾ എണ്ണുക അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് നല്ലപോലെ ടിക്ടോക്കിലായിരുന്നു തോന്നുന്നു, നല്ലപോലെ അങ്ങ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ എല്ലാ വീഡിയോസും കാണാൻ തുടങ്ങി, അങ്ങനെ എല്ലാ വീഡിയോസും കണ്ടു. എന്തായാലും ഒരു രക്ഷയില്ല, വേറെ ലെവൽ ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് ഇയാളുടെ അടുത്ത വീഡിയോ നോക്കാം. നമുക്ക് ഞാൻ വീട്ടിലെ പാത്രങ്ങൾ കഴുകി കൊടുക്കാറുണ്ട്, എന്നാൽ അത് പോരാളി കാണാറില്ല. ഞാൻ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട്, അതും പോരാളി കാണാറില്ല. ഞാൻ ഡൈനിങ് ടേബിളിലെ കറകൾ തുടച്ചു മാറ്റുകയും വെളിയിൽ ഉണങ്ങാനിട്ട തുണികളെടുത്ത് മടക്കി വെക്കുകയും അത് അലമാരയിൽ ഭദ്രമായി കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ നിലം തൂത്തുവാരാറുണ്ട്, ഞാൻ നിലം തുടയ്ക്കാറുണ്ട്, മാറാലകൾ നീക്കം ചെയ്യാറ് പോലുമുണ്ട്. ഇതൊന്നും പോരാളി കാണാറ് പോയിട്ട് നോക്കാറ് പോലുമില്ല. എന്നാൽ നമ്മൾ ഒരു ദിവസം അല്പമൊന്ന് ഫോൺ ഉപയോഗിച്ചാൽ പോരാളി 24 മണിക്കൂർ ഫോണ് ഇല്ല ഫോണ് പെട്ടിട്ടിരിക്കണോടാ. ഒന്ന് അമ്മേനെ ഒന്ന് സഹായിക്കാം. അതില്ല ഏത് നേരത്താണോ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. കറക്റ്റ് ഗൈസ്, കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഫണ്ണായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മല്ലു ഡോൺ, പിന്നെ അഖിൽ NRD, ലിബ്ര സാറിൻ്റെ പേരെന്തെന്നാന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഇവരൊക്കെയാണ് കിടിലനായിട്ട് വീഡിയോ ചെയ്യുന്നത്. നല്ല കണ്ടൻറ്റ് ഇവരാണ് ശരിക്കും കണ്ടൻറ്റ് കിങ് കേട്ടോ. നമുക്ക് അടുത്ത 2 ആളും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. എന്റെ ചെങ്ങായില്ലേ ആടെ ഒരു വണ്ടി തട്ടി വീടെടുക്കണേ? ഓനോ 4 ദിവസം പുതിയൊരു വണ്ടി ഇറക്കിയാണ്. അതിന്റെ ഷോ ഓഫ് ചെയ്യുന്നു മോനെ. വണ്ടി പെൺകുട്ടികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് മുന്നേ ഇങ്ങനെ പൊന്തിക്കല, അങ്ങനെ പൊന്തിച്ച് വീടെടുക്കോ. അതല്ല ഞാൻ പറയാ, ഏതോ പെൺകുട്ടിന്റെ വണ്ടിയായിട്ട് തട്ടിയത്. എടാ പെൺകുട്ടിന്റെ വണ്ടിയായിട്ട് തട്ടിയേ? ഇവിടെ നിൽക്കണേ, കുട്ടിക്ക് എന്തോ പറ്റിണ്ടാവും. കുട്ടിന്റെ വണ്ടിയായിട്ട് തട്ടിയേ. എന്നെ മോനെ മെൻഷൻ ദാറ്റ് ചങ്ക്. അൻഷീസ് വ്ളോഗ് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. കിടിലം വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലം വീഡിയോ ആണ്. ഒരു നാടൻ ശൈലിയിലാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കെന്തായാലും അൻഷി ബ്രോയുടെ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. നിർത്ത്. അല്ലാ പോലീസ്. ലോക്ക്ഡൌൺ ഒന്നും അറിയില്ലടാ. എവിടെന്നാ നീ? പുട്ടുപൊടി വാങ്ങാൻ പോയേ സാറേ. പുട്ടുംപൊടിയോ? സത്യം പറയടാ. സത്യ സാറേ, പുട്ടുപൊടി വാങ്ങാൻ പോയതാ വീട്ടിക്ക്. നിന്റെ വീട്ടിക്കൊന്ന് വിളി. അതൊക്കെ വേണം സാറേ. ആ വേണം. ഹലോ ഉമ്മ, നിങ്ങൾ എന്നെ പുട്ടുപൊടി വാങ്ങാൻ പറഞ്ഞു വെച്ചല്ലേ? എന്ത് പുട്ടുപൊടിയോ? അനക്കറിയണല്ലേ മോനെ, നമ്മളെ വീട്ടിലാരും പുട്ട് കൂട്ടൂലാന്നേ. ഈ എന്നാടെ ഫോൺ വെക്ക്, ഓന്റെ ഒരു പുട്ടുപൊടി. സാറേ ജീപ്പേടെ വെച്ച് ജീപ്പോടെ ഉണ്ട്, നാട്ടിൽ പോവാ. കൊള്ളാം ഗൈസ്, കൊള്ളാം. ആരും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ, എന്നാൽ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന സൊസൈറ്റിയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും ഇവരെ പോലെയുള്ള ആളുകൾ എൻ്റർടൈനിങ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും അടുത്ത ആളാരാ നോക്കാം. ചാട്ടാ അതിന് ഞാൻ സൈക്കിൾ വിട്ടാ അറിയാമോ? എടാ കൊച്ചിറക്ക, നിനക്ക് സൈക്കിളിന്റെ ശാസ്ത്രീയ വശം എന്തിനെന്നറിയാമോ? നിനക്ക് ഫ്രണ്ട് ബുക്ക് അറിയാമോ, ബാക്ക് ബുക്ക് അറിയാമോ, സൈക്കിൾ സ്കിഡ് അറിയാമോ, പിന്നെ ഒറ്റ കയ്യിലെടുത്ത് മറിക്കാൻ അറിയാമോ? എനിക്കറിഞ്ഞോടാ, എനിക്ക് ചേട്ടൊന്ന് കാണിച്ചാണ്. ഇങ്ങോട്ട് മാറി, ഞാൻ കാണിച്ചുതരാം. എടാ നിനക്ക് ഫുൾ സൈക്കിൾ എന്തിനെന്നറിയാമോ? കഴിഞ്ഞ ഓണത്തിന് സൈക്കിൾ സ്ലോ റേസിംഗിന് ഫസ്റ്റ് അടിച്ചാണ് ഞാൻ. നിനക്ക് അറിയാമോ?
ഒരു എവറോളിൻ ട്രോഫി ഒരു ഒല പൂവമ്പഴം കിട്ടിയാണ്. നീ കണ്ടോ എന്റെ അങ്കം? ഇപ്പൊ കണ്ടോ അണ്ണൻ അങ്കം? നീ കണ്ടോ? നോക്കിക്കോ. ഇങ്ങനെ പറ്റോ? ഇങ്ങനെ പറ്റോ? ഇത് നമ്മുടെ വിഷ്ണു റെഡ്മി തന്നെ അല്ലേ വായിക്കുക? അതെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇയാളുടെ വീഡിയോ കാണാറുണ്ട്. ഇയാളുടെ എക്സ്പ്രഷനൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഈ 5 പേരാണ് ഗൈസ് ഞാൻ അറിയുന്ന കണ്ടന്റ് കിങ്സ്. നല്ല കിടിലം വീഡിയോസ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വീഡിയോ. ഇതേപോലെ വീഡിയോസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് സെൻഡ് ചെയ്ത് തരിക അവരുടെ അക്കൗണ്ടുകളുടെ ലിങ്ക്. വേറൊന്നിനല്ല, എനിക്ക് കണ്ടിച്ചിരിക്കാനാണ്, വേറൊന്നിനുമല്ല. നല്ല കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്കറിയാവുന്ന ഈ കണ്ടന്റ് കിങ്ങിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആരാണ് കണ്ടന്റ് കിങ് എന്ന് അറിയണ്ടേ? ഞാൻ അറിയുന്ന കണ്ടന്റ് കിങ്ങൾ ഇവരൊക്കെയാണ്. നല്ല കിടിലൻ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന കണ്ടന്റ് കിങ്സ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ആരെങ്കിലും കിട്ടിയാൽ നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ എന്തായാലും കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും ബൈ.